ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നൊന്ന് നേരിട്ട് കാണാം. നേരിട്ട് കണ്ടുകൊണ്ട് ഒരു വീഡിയോ എടുക്കാം അല്ലെ. അപ്പൊ എല്ലാവരും എൻ്റെ ഷോർട്സ് ഒക്കെ കാണുന്നുണ്ടല്ലോ അല്ലെ. ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ ഇടുന്നുണ്ട്, എല്ലാവരും കാണണം കേട്ടോ. എല്ലാവരും ഫോളോ ചെയ്യണേ. നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പറഞ്ഞു തരാനും പരിഹാരം കാണാനും ഒക്കെ കഴിയുന്നതിൽ എനിക്കും സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിന്ന് പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങൾ ആ ഓളും ബെല്ലും കൂടെ ടച്ച് ചെയ്യണമെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അന്നേരം തന്നെ കിട്ടുള്ളൂ കേട്ടോ. ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ്, അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണേ. നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. വിളിച്ചാൽ എപ്പോഴും ഫോൺ എടുക്കാൻ പറ്റില്ല. വിളിക്കുന്നത് ശരിക്കും ഡിസ്റ്റർബൻസ് ആണ്. റീഡിങ്ങിൽ വിളിക്കുമ്പോൾ എനിക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പിൽ വരുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ നോക്കാൻ പറ്റില്ല. അത് ഫ്രീ ആകുമ്പോൾ നോക്കും കേട്ടോ. അത് നിങ്ങൾ വാട്സപ്പിൽ വന്നെന്ന് വെച്ചിട്ട് ഉടനെ കോള് ചെയ്യേണ്ടതില്ല. റീഡിംഗ് ഒക്കെ ആണെങ്കിൽ അത് ഡിസ്റ്റർബൻസ് ആണ് കോള് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ടാരോട്ട് കോഡ്സ് പഠിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പേഴ്സണൽ റീഡിങ്ങിന് ഫീസ് ഉണ്ട്, ഫ്രീ അല്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് സൊല്യൂഷൻസ് തരും, അത് ഫ്രീ ആണ്. നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ വരിക കേട്ടോ. അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഇന്നത്തെ കാർഡ്സ് ഞാൻ ഷഫിൾ ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ലൈഫിലെ ദുഃഖകരമായ അവസ്ഥകൾ അവസാനിക്കുന്നു, നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ വെളിച്ചം വരുന്നു. അതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ ഇട്ടേക്കുക. ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാൻ ഞാൻ കാർഡുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് കാർഡുകൾ നോക്കാം. ഒന്നാമത്തെ കാർഡ് ജഡ്ജ്മെന്റ് ആണ്. രണ്ടാമത് കിങ് ഓഫ് പെന്റക്കിൾസ്, 2 ഓഫ് വാണ്ട്, 2 ഓഫ് സോർഡ്സ്, പേജ് കപ്സ്, 6 ഓഫ് പെന്റക്കിൾസ്, 4 ഓഫ് വാണ്ട്, ഡെവിൾ. ഇവിടെ 10 കപ്പ് വന്നിട്ടുണ്ട്, 6 ഓഫ് സോർഡ്സ് ഉണ്ട്, സ്ട്രെങ്ത് കാർഡ് ഉണ്ട്, ലവേഴ്സ്, ട്രാൻസ്ഫോർമേഷൻ, 7 ഓഫ് കപ്സ്, അവേക്കനിങ്. ഇത്രയും കാർഡുകളാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമുക്ക് റീഡിങ് നോക്കാം. ഇവിടെ നിങ്ങളുടെ പലരുടെ ലൈഫിലേക്കും നിങ്ങളുടെ ആ ഒരു ചലഞ്ചിങ് ടൈം അവസാനിച്ചൊരു പുതിയ തുടക്കമാണ്. ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ഒരു ചേഞ്ച്, അതായത് നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലത്തിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. അതിവിടെ കാർഡുകളിൽ കാണാം. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. 2 ഓഫ് സോർഡ്സ്. എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാത്ത അവസ്ഥകളിലൂടെ കടന്നു പോയിരിക്കുന്നു നിങ്ങളുടെ ലൈഫ്. അതുപോലെ ഇതുവരെ നിങ്ങളുടെ പലരുടെ ലൈഫിൽ ഒരു ജഡ്ജ്മെന്റ് കാലഘട്ടമായിരുന്നു. നിങ്ങളുടെ ലൈഫ് ഒരു ജഡ്ജ്മെന്റ് ആയിരുന്നു. നിങ്ങൾക്ക് ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്കൊരു ലെസൺ ആയിരുന്നു. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. നിങ്ങൾ പല കാര്യങ്ങളും നഷ്ടപ്പെട്ട് നിങ്ങൾ പല കാര്യങ്ങളും വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ്, അല്ലെങ്കിൽ ആരും ഇല്ലാത്തൊരവസ്ഥയിലാണ്, തനിച്ചായിരിക്കുന്ന അവസ്ഥ. അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒരു നെഗറ്റീവ് എനർജിയുടെ വലയത്തിലാണ്, ഒരു ഡെവിൾ എനർജിയുടെ വലയത്തിലാണ് നിങ്ങൾ പലരും. നിങ്ങൾക്ക് ചുറ്റിനും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോയിരിക്കുന്നു. തൊടുന്നതെല്ലാം ലോസ് ആണ്, നഷ്ടങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. എല്ലാ രീതിയിലും, സാമ്പത്തികമായിട്ടായാലും, ജോലിയിലായാലും, ബിസിനസ്സിലായാലും, ദാമ്പത്യ ജീവിതത്തിലായാലും, ലൈഫിൽ മൊത്തം നഷ്ടങ്ങൾ, മൊത്തം ഒരു നെഗറ്റീവ് എനർജി. ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, ചെയ്യുന്നതൊന്നും സക്സസ് ആവുന്നില്ല. ആകെപ്പാടെ ഒരു മൈൻഡ് നിങ്ങൾക്ക് ശരിയല്ല, മൊത്തം ഡൗൺ ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ കടന്നു പോയിരിക്കുന്ന നിങ്ങളുടെ കഴിഞ്ഞ കാലഘട്ടങ്ങൾ. ഇതുവരെ നിങ്ങൾ ആ ഒരു അവസ്ഥയിലായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ പലരുടെയും ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു ചേഞ്ച് ആവുകയാണ്, അവസാനിക്കുകയാണ് ചിലർക്ക്. എല്ലാവർക്കും അല്ല, എല്ലാവരുടെയും ലൈഫ് ഉടനെ തന്നെ നല്ലതാവുന്നില്ല കേട്ടോ.
അപ്പൊ നിങ്ങളോട് ചിലരോട് പറയുന്നത് ഇത് നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റ് കാലഘട്ടമായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിനു മുൻപ് വളരെ നല്ല സമയമായിരുന്നു, ഒരുപാട് സാമ്പത്തികം, ബിസിനസ്സിലേക്ക് നല്ല ലാഭം, സന്തോഷകരമായ ദാമ്പത്യ ജീവിതം, ഒരുപാട് പണം, നല്ല ലൈഫ്, നല്ല രീതി എല്ലാം തികഞ്ഞ ലൈഫൊക്കെ ആയിരുന്നിരിക്കാം. അത് കുറേശ്ശെ ഡൗൺ ആയി വന്നിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കാം. അങ്ങനെയുള്ള വ്യക്തികൾ, അതായത് നല്ല രീതിയിൽ ജീവിച്ചതിന് ശേഷം ഡൗൺ ആയിട്ട് വന്ന് ഒന്നുമില്ലാത്ത ലോസ് ആയിരിക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റ് കാലഘട്ടമാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ജഡ്ജ്മെന്റ് യൂണിവേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. നിങ്ങളുടെ ലൈഫ് ഒരു ലെസൺ ആണ് നിങ്ങൾക്ക്. അതായത് നിങ്ങളൊന്ന് ഒരു പാഠം പഠിക്കണം. അതായത് നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങൾ പഠിക്കാനുണ്ട്, ഒരു ലെസൺ തരേണ്ടതുണ്ടെന്ന് യൂണിവേഴ്സ് തീരുമാനിച്ചിട്ടാണ്. ഒന്നാമത് നിങ്ങള് പല വ്യക്തികളെയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാഠമായിരിക്കും. നിങ്ങൾക്ക് ബിസിനസ് ലോസ് അങ്ങനെ പലതും വന്നിട്ടുണ്ടാവാം. അപ്പൊ വ്യക്തികളെ മനസ്സിലാക്കാൻ, നിങ്ങൾ നല്ലവരെന്ന് കരുതുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരെന്ന് കരുതുന്ന വ്യക്തികൾ നിങ്ങൾ വിചാരിക്കുന്ന പോലുള്ളവരല്ല. അവർ യഥാർത്ഥത്തിൽ ആരാണെന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ ഒരു ജഡ്ജ്മെന്റ് കാലഘട്ടം നിങ്ങൾക്ക് തരുന്നതാണ്. അതാണ് നിങ്ങളുടെ ഒന്നുമില്ലാത്തൊരവസ്ഥ. അതുപോലെ നിങ്ങൾക്ക് പണം എന്താണ്? ഒരുപക്ഷെ ഇതുവരെ നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടായിരുന്നപ്പോ പണം നിങ്ങൾ ലാവിഷായിട്ട് ചെലവഴിച്ചു, അല്ലെങ്കിൽ അത് പണത്തിന്റെ മൂല്യം മനസ്സിലാക്കാതെ ചെലവഴിച്ചിട്ടുണ്ടാകും. വാരിക്കൂരി കൊടുക്കുന്നു, ചോദിക്കുന്നവർക്കെല്ലാം കൊടുക്കുന്നു. അപ്പൊ ആ ഒരു പണത്തിനെ നിങ്ങൾ അത്രയ്ക്ക് ബഹുമാനം കൊടുത്തിട്ടില്ലായിരിക്കും, അല്ലെങ്കിൽ അത്രയ്ക്ക് സ്നേഹിച്ചിട്ടില്ലായിരിക്കാം. അപ്പൊ ആ പണത്തിന്റെ വില എന്താണെന്ന് നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ജഡ്ജ്മെന്റ് കാലഘട്ടമാണ്. ഇപ്പൊ ഒരുപക്ഷെ നിങ്ങൾ ആ പണത്തിന്റെ മൂല്യം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കുന്നുണ്ടാവാം. ഓരോ രൂപയുടെയും വില മനസ്സിലാക്കുന്നുണ്ടാവാം, അല്ലെ? അത് പണം നമ്മുടെ കയ്യിൽ ഇല്ലാത്തപ്പോഴാണ് നമ്മൾ ആ പണത്തിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കുന്നത്. ഒരുപാടുള്ളപ്പോൾ നമ്മളത് മനസ്സിലാക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ആ പണത്തിന്റെ മൂല്യം മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് ജഡ്ജ്മെന്റ് കാലഘട്ടം. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരമാണ് നിങ്ങളിൽ ചിലരുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ പണത്തിന്റെ മൂല്യം മാത്രമല്ല, ഫുഡ്, നമ്മുടെ ഭക്ഷണത്തിന്റെ വില മനസ്സിലാക്കാൻ. അപ്പൊ ഉള്ളപ്പം നമ്മൾ ഇഷ്ടംപോലെ ആവശ്യമായിട്ട് ഉണ്ടാക്കും, വെറുതെ കളയും, ഇഷ്ടംപോലെ ഉണ്ടാക്കിയിട്ട് വെറുതെ കളയൊക്കെ ആയിരിക്കും പലരുടെ വീടുകളിൽ നടക്കുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെ ചെയ്യുമ്പം ആ ഭക്ഷണം ഒരു നേരം പോലും കിട്ടാനില്ലാത്ത വ്യക്തികൾ ഒരുപാട് പേരുണ്ട്. അപ്പം നമ്മൾ വെറുതെ കളയുകയാണ്. അപ്പൊ അങ്ങനെ കളയുന്ന ആ ഒരു ഭക്ഷണത്തിന്റെ മൂല്യം എന്താണെന്നും നിങ്ങളെ മനസ്സിലാക്കാൻ നിങ്ങൾക്കും ഒരു ഭക്ഷണം ലഭിക്കാത്ത, അല്ലെങ്കിൽ ഭക്ഷണം പോലും ലഭിക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് വരും, അല്ലെങ്കിൽ ആവശ്യത്തിന് ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ, നിങ്ങൾക്ക് ഇഷ്ട ഭക്ഷണം കഴിക്കാൻ വയ്യാത്തൊരവസ്ഥ, ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വരും. അതൊരു ജഡ്ജ്മെന്റ് കാലഘട്ടമാണ്. നിങ്ങൾ ചിലരൊക്കെ ആ ഒരു അവസ്ഥയിലും ഉണ്ട്, അല്ലെ? ആ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട് ഇപ്പൊ. അപ്പൊ അങ്ങനെ പലരുടെ ലൈഫിൽ ഇപ്പം വന്നിട്ടുണ്ട്. നല്ല ഹൈ ലെവലിൽ ജീവിച്ചു, ഒരു കുറവുമില്ലാതെ നല്ല രീതിയിൽ ജീവിച്ചു. നിങ്ങളിപ്പം ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ, അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ ലൈഫ് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ലൈഫിൽ നിങ്ങൾക്കൊരു ലെസൺ തരികയാണ്, ഒരു പാഠം പഠിപ്പിക്കുകയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക്. പല വ്യക്തികളെയും നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടായിരുന്നപ്പം, അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് സഹായിക്കുകയും ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കുകയും ചെയ്ത വ്യക്തികൾ നിങ്ങളുടെ ഇല്ലാത്തൊരു അവസ്ഥയിൽ, നിങ്ങൾക്ക് പണമില്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ കൊടുത്ത വ്യക്തികൾ നിങ്ങൾക്ക് തരുന്നുണ്ടോ? ആ ഒരു വ്യക്തികൾ ഇപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ടോ? അത് നിങ്ങളെ വിട്ടിട്ട് പോയോ? പലരും വിട്ടിട്ട് പോയിട്ടുണ്ടാവും, അല്ലെ? പലരും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. ഉള്ളപ്പം നിങ്ങളുടെ കൂടെ ഒരുപാട് പേരുണ്ടാവും, ഇല്ലാത്തപ്പോ ആരും ഉണ്ടാവില്ല. നിങ്ങൾ തനിച്ചായിരിക്കും, നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കും. അപ്പൊ അതൊക്കെ നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇപ്പം നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തരും. ആ ഒരു അവസ്ഥയിലൂടെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ പ്രശ്നങ്ങൾ തരണം ചെയ്തും നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയി മാറും. നിങ്ങൾ തനിച്ചാണെങ്കിൽ നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആകും. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ തരണം ചെയ്ത് ആ ഒരു പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്ത് പോകുമ്പോൾ പ്രശ്നങ്ങളെല്ലാം ഈസി ആയിട്ട് മാറ്റി കൊണ്ടുപോയി ഏത് പ്രശ്നത്തെയും തരണം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നുപോയി നിങ്ങൾ സ്ട്രോങ് ആയി മാറും. പക്ഷെ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരുപാട് സന്തോഷം നിറഞ്ഞ ലൈഫാണ്, ഒരു ട്രാൻസ്ഫോർമേഷൻ. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഒരു അവേക്കണിങ് പീരീഡിലാണ്.
ഇപ്പൊ നിങ്ങൾ പലരും എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയാണ്. പക്ഷെ ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സന്തോഷം നിറഞ്ഞൊരു ലൈഫാണ്. ഒരു പുതിയ തുടക്കം, ട്രാൻസ്ഫർമേഷൻ, പുതിയ തുടക്കമാണ് വരുന്നത്. ലൈഫ് പാടെ ചേഞ്ച് ആവും. അപ്പൊ ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് കടന്നു കിട്ടണം. ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് ദൈവത്തോടടുത്ത്, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കുക, നിങ്ങളിൽ എന്തൊക്കെ കഴിവുകൾ നിങ്ങൾക്കിപ്പോ ഒരു പക്ഷേ ഒരു ജോലി ഇല്ലായിരിക്കാം, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, മൊത്തം നഷ്ടങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ രക്ഷപ്പെടാൻ ഒരു പക്ഷെ നിങ്ങളിലേക്കൊന്ന് നോക്കൂ. നിങ്ങളിൽ ഒരുപാട് കഴിവുകൾ ഉറങ്ങിക്കിടപ്പുണ്ട്. നിങ്ങൾ സ്ട്രോങ് ആണ്, പവർഫുൾ ആണ്, മാജിക്കൽ പവറുള്ള വ്യക്തിയാണ്, മജീഷ്യൻ എനർജി ഉള്ളവരാണ്. കാരണം എന്ത് പ്രശ്നത്തെയും തരണം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളിൽ ചില കഴിവുകൾ ഉറങ്ങിക്കിടപ്പുണ്ട്. ആ ഒരു കഴിവിനെ പുറത്തെടുത്ത് പൊടിതട്ടി കൊണ്ടുവരൂ. നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും. നിങ്ങൾക്ക് അതിലൂടെ ഒരുപാട് ഏൺ ചെയ്യാൻ പറ്റും. പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്താൻ പറ്റും. ആ ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ടേക്ക് വരുന്ന വ്യക്തികളുണ്ട്. അങ്ങനെ ചില മെസ്സേജസ് നിങ്ങൾക്ക് ആർക്കൊക്കെ തരുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതിരിക്കുന്ന ഒരവസ്ഥയിൽ നിങ്ങളിലേക്കൊന്ന് നോക്കൂ എന്ന് നിങ്ങളിൽ ആരോടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ചില കഴിവുകൾ ഉണ്ടാവുക, നിങ്ങൾക്ക് ഒരുപാട് കഴിവുണ്ടാവും. ഒന്നും ഒരു കഴിവില്ലാത്ത ആരുമില്ല. ഒരുപാട് കഴിവുകൾ നിങ്ങളിലുണ്ട്. അത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ പറയുന്നുണ്ട്. ഒരു ലേഡീസിന്റെ എനർജി ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് ചോയ്സസ് വരുന്നുണ്ട്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി വരുന്നുണ്ട്. എനിക്ക് ഒരു ജോലി ഇല്ല, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതില്ല. നിങ്ങളെ തേടി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരും എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്യാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരും. അപ്പൊ അത് ഒരുപാട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഒരുപക്ഷെ അതെനിക്ക് കഴിയില്ല, അതെനിക്ക് പറ്റില്ല, എനിക്കതേക്കുറിച്ച് ഒന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയുന്നുണ്ടാവാം. പക്ഷെ എത്ര തള്ളിക്കളഞ്ഞാലും വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് അത് വന്നുകൊണ്ടിരിക്കും. അത് നിങ്ങൾക്കുള്ളതാണ്. അങ്ങനെ ആർക്കൊക്കെയോ എന്തൊക്കെയോ വരുന്നുണ്ട്. അത് നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഇവിടെ ചിലവരോട് പറയാനുള്ളത്, ഒരു ലൈഫിൽ ഒരുപാട് ലോസ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ എനിക്ക് ഡബിൾ കാർഡ് കിട്ടിയിട്ടുണ്ട്. ഡബിൾ കാർഡ് കിട്ടിയതിൽ നിങ്ങൾ നിങ്ങളുടെ ചില വ്യക്തികളോട് പറയാനുള്ളതാണ്, നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ഫിസിക്കലി ഒക്കെ നിങ്ങൾ ഒരുപക്ഷെ നല്ല രീതിയിൽ സ്നേഹിച്ച് പോയിരുന്ന വ്യക്തികളാവാം. പക്ഷെ നിങ്ങളെ ആ ഒരു വ്യക്തി ഫിസിക്കലി ഒരുപാട് നിങ്ങളെ യൂസ് ചെയ്തു. അതുകൊണ്ട് മെന്റലി, പക്ഷെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ ഹൃദയം കൊടുത്തു. അതായത് നിങ്ങൾ വളരെയധികം ആ വ്യക്തിയെ സ്നേഹിച്ചു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് എല്ലാം, ആ ഒരു വ്യക്തിക്ക് ആവശ്യമുള്ള എല്ലാം കൊടുത്തു. ഫിസിക്കലി ഒക്കെ നിങ്ങളെ ഒരുപാട് യൂസ് ചെയ്തു. എന്നിട്ട് നിങ്ങളെ വിട്ടു പോയിരിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങൾ എപ്പോഴും കാത്തിരിക്കുന്നു. തിരികെ വരും എന്ന് പറഞ്ഞ് നിങ്ങൾ കാത്തിരിക്കുന്ന ഏതോ വ്യക്തികളുണ്ട് അല്ലെ. ഒരുപാട് വർഷങ്ങളായിട്ട് നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ ഒരു വ്യക്തി എന്റെ ലൈഫിലേക്ക് തിരികെ വരും എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കുന്ന ഒരവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. ഒരുപാട് നാളായിട്ട് നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയ വ്യക്തിയെ, ആ ചീറ്റിങ് മനസ്സിലാക്കിയിട്ട് ആ ഒരു വ്യക്തിയെ കാത്തിങ്ങനെ ഇരിക്കുകയാണ്. ഇനി വരും എന്ന് പറഞ്ഞോണ്ട് നിങ്ങൾ ഒന്നും മനസ്സിലാക്കണം. ഒരുപാട് നിങ്ങൾ പലരുടെ റീഡിങ്ങിന് വരുമ്പോൾ ശാരീരികമായിട്ട് ഒരുപാട് ഉപദ്രവിച്ച വ്യക്തികൾ, ഒരുപക്ഷെ നിങ്ങളുടെ ഹസ്ബൻഡ് തന്നെയാവാം. ഒരുപാട് സൈക്കോ ഹസ്ബൻഡുമാരുടെ റീഡിങ്ങുകൾ എടുക്കുന്നുണ്ട്. ഒരുപാട് പേരാണ് കല്യാണം കഴിച്ചു, കൂടെ ആ ഒരു കയ്യിലേക്ക് ഒരു ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം അവരെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ വീട്ടിലേക്ക് തിരികെ പോകാൻ അവർക്ക് പറ്റാത്തത് കൊണ്ട് സഹിച്ചു കിടക്കുന്ന ഒരുപാട് പേരുടെ റീഡിംഗ് ആണ് എടുക്കുന്നത്. അപ്പൊ ഇവർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. രക്ഷപ്പെട്ട് പോകാൻ ഒരിടമില്ലാത്തൊരവസ്ഥ. അതെന്താന്ന് വെച്ചാൽ അവർക്ക് തിരികെ അവരുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറ്റത്തില്ല. വീട്ടുകാര് അവർക്ക് നാണക്കേടാണ്. നീ എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ച് അവിടെ നിൽക്കൂ. എത്രത്തോളം ശാരീരികമായി ഉപദ്രവിച്ചാലും മാനസികമായി പീഡിപ്പിച്ചാലും അവര് പറയുന്നത് നീ എങ്ങനെയെങ്കിലും അവിടെ കടിച്ചു പിടിച്ച് നിൽക്കൂ, നീ ഇങ്ങോട്ടേക്ക് വന്നാൽ നാണക്കേടാവെന്ന് പറഞ്ഞിരിക്കുന്ന ഒരുപാട് പേര് കണ്ണുനീരോടെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഓരോ സ്ത്രീകള്, ചിലര് കുട്ടികൾക്ക് വേണ്ടി സഹിച്ചു കിടക്കുകയാണ്. പക്ഷെ ഈ ഭർത്താക്കന്മാർക്ക് ഇവര് പരസ്ത്രീ ബന്ധമുള്ളവരാണ്. സ്വന്തം ഭാര്യ ഇട്ടിട്ട് പരസ്ത്രീകളുമായിട്ട് ബന്ധമുള്ളവരും അവര് എന്നിട്ട് ഇവര് കുടിച്ചതിന് ശേഷം ഒരുപാട് കുടിക്കുന്നവരാണ്. അവര് കുടിച്ചതിന് ശേഷം ഭാര്യയെ ഒരുപാട് പല രീതിയിൽ ഉപദ്രവിക്കുകയാണ്. മാനസികമായി ശാരീരികമായിട്ടൊക്കെ ഉപദ്രവിക്കുക. ഇതെല്ലാം സഹിച്ചു കിടക്കുന്ന സ്ത്രീകൾ. ഇവർക്ക് എന്തുകൊണ്ടാണോ പോകാൻ ഒരിടമില്ല, വീട്ടിലേക്ക് തിരികെ ചെല്ലാൻ പറ്റത്തില്ല. പിന്നെ അവർക്ക് സ്വന്തമായിട്ട് ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവര് സ്വന്തമായിട്ട് ഒരു ജോലി അവർക്കില്ല. പലർക്കും ജോലിയില്ല. പക്ഷെ ജോലിയുള്ളവരും ഇങ്ങനെ നിൽക്കുന്നവരുണ്ട്. ജോലിയുള്ളവരും
പോകാൻ ഒരിടമില്ല. പക്ഷെ ജോലി ഉണ്ടെങ്കിലും അവർ അതിലേക്ക് പോകാൻ നിൽക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് അതിനുള്ള ധൈര്യമില്ല, പേടിയാണ്. അപ്പൊ പേടിച്ച് കിടക്കാണ്. വിദ്യാഭ്യാസവും വിവരവും ജോലിയൊക്കെ ഉണ്ടെങ്കിലും പേടിച്ചിട്ട് അവർക്ക് അവിടുന്ന് പോകാൻ പറ്റാതെ സഹിച്ചു നിൽക്കുന്നവര്. പക്ഷെ ഇത് ഇത്ര സഹിച്ചു കഴിഞ്ഞാൽ അവസാനം ഇവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും ഇവർക്കെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇവരുടെ കുട്ടികളെ പോലും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. കുട്ടികളെ വരെ നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ടിട്ട് അവസാനം ഒറ്റപ്പെട്ടിട്ടാണ് തിരികെ വരുന്നത്. അപ്പോഴാണ് ബോധോദയം ഉണ്ടാവുന്നത്. ആ ഒരു രീതിയിലായിരിക്കുന്ന ഒരുപാട് പേരാണ്. അവരെ മെന്റലി ആണെങ്കിലും ഏത് രീതിയിലും തളർത്താനാണ് മറ്റുള്ളവർ നോക്കുന്നത്. എന്നാൽ ഒരു കാര്യം എല്ലാവരും ഇവരോട് പറയുന്നത്, പലരും ഇവരോട് പറഞ്ഞു കൊടുക്കുന്നത്, നിനക്ക് ഇനി ഒരു ലൈഫ് ഇല്ല. അതായത് ഈ സൈക്കോ ഭർത്താവിനെ വിട്ടിട്ട് വന്നാൽ നിനക്കൊരു ലൈഫ് ഇല്ലെന്നാണ് ഇവരോട് പറഞ്ഞു കൊടുക്കുന്നത്. ഇവരത് കേട്ട് വിശ്വസിച്ചിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കൂ, നിങ്ങളുടെ ലൈഫ് ഇതുപോലെ കഷ്ടതകൾ നിറഞ്ഞ ഒരു ലൈഫിലൂടെ കടന്നു പോകണമെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും അതിന് രക്ഷപ്പെടാൻ നോക്കണം. നിങ്ങൾക്ക് ഇനി ഒരു ലൈഫ് ഉണ്ട്, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. സ്വന്തമായൊരു ജോലി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് രക്ഷപ്പെടാൻ പറ്റും. എവിടെന്നെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടും. നിങ്ങൾ അതിന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കണം, അതിനായിട്ട് പരിശ്രമിക്കണം. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും നിങ്ങളുടെ കുട്ടികളെ വളർത്താനുള്ള വഴികൾ കണ്ടെത്താൻ കഴിയും എന്നാണ് പറയുന്നത്. പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, നിങ്ങൾ പഠിച്ചൊരു ജോലി ആയതിനു ശേഷം മാരേജിലേക്ക് പോവുക. ഒരു വ്യക്തിയെയും വിശ്വസിക്കാൻ പാടില്ല. മനുഷ്യന്റെ മനസ്സ് ഉറപ്പായിട്ട് മാറും. ഇപ്പം നല്ല സ്നേഹമുള്ളവനായിരിക്കാം, പക്ഷെ അയാളെ ഫ്യൂച്ചറിൽ മാറില്ലെന്ന് പറയാനൊക്കത്തില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വരുമാന മാർഗം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാം. നിങ്ങളുടെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ അങ്ങോട്ട് പോകേണ്ടതില്ല. അതുകൊണ്ട് പഠിക്കുന്ന കാലത്ത് പഠിക്കുക, നല്ല ജോലി വാങ്ങുക. നിങ്ങളൊരു ജോലി കിട്ടിയതിനു ശേഷം മാത്രം മാരേജിലേക്ക് പോവുക. അതുപോലെ തന്നെ നിങ്ങളുടെ മാരേജ് കഴിഞ്ഞാൽ നിങ്ങൾ ജോലി ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ ഒരു കാരണവശാലും ഉപേക്ഷിക്കരുത്. ഉപേക്ഷിച്ചുള്ള മണ്ടത്തരമാണ് അത്. ജോലി ഉപേക്ഷിച്ച ഒരുപാട് പേരുടെ കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ട്. മണ്ടത്തരമാണ്, ഒരിക്കലും ജോലി ഉപേക്ഷിക്കാൻ പാടില്ല. അങ്ങനെയുള്ള വ്യക്തികളുടെ ഒരുപാട് റീഡിംഗ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ ഇപ്പോഴും കാത്തിരിക്കുന്ന വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കാത്തിരിക്കും. ഒരുപാട് ഉപദ്രവിച്ചിട്ടും ഒരുമിച്ച് ജീവിച്ചവരാണ്. മാരേജ് കഴിഞ്ഞ് ഇപ്പൊ ഒരുപക്ഷെ പലരും ഇറങ്ങിപ്പോയവരാണ്, പഠിക്കാതെ. അതായത് വീട്ടിൽ നിന്ന് സ്നേഹിച്ച് വീട്ടുകാരുടെ അനുവാദം ഇല്ലാതെ ഇറങ്ങിപ്പോയ വ്യക്തികൾ കുറെ നാൾ ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിച്ചതിന് ശേഷം അയാൾ ഉപേക്ഷിച്ചയാളുടെ പാട്ടിന് പോയി. ഒരുപാട് ഉപദ്രവങ്ങളും കാര്യങ്ങളും. എന്നിട്ടും കാത്തിരിക്കുകയാണ്, വരും എന്നും പറഞ്ഞുകൊണ്ട്. എന്തിനാണ് കാത്തിരിക്കുകയാണ്? വരുമോ എന്ന് ചോദിച്ച് എൻ്റെ അടുത്ത് റീഡിങ്ങിന് വരികയാണ്. ആ വ്യക്തി വരുമോ? ഒരുപാട് ഉപദ്രവിച്ചിട്ടാണ് പോകുന്നത്. ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരില്ല. നിങ്ങളോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അയാൾ നിങ്ങളെ ഇട്ടിട്ട് പോവില്ല. അയാൾ ഇപ്പോൾ മറ്റൊരു വ്യക്തിയുമായിട്ട് ജീവിക്കുകയാണ്. അയാൾക്ക് വേറെ തേർഡ് പാർട്ടി ഉണ്ട്. കുറെ നാൾ നിങ്ങളെ യൂസ് ചെയ്ത അയാള് നിങ്ങളെ മടുത്തു. അത് കഴിയുമ്പോൾ അയാൾ അടുത്ത വ്യക്തിയെ തേടി പോയിട്ടുണ്ട്. അങ്ങനെ ചിലരോട് ചിലത് പറയാനുണ്ട്. നിങ്ങൾ വർഷങ്ങളായി നിങ്ങളുടെ വ്യക്തി തിരികെ വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും കാത്തിരിക്കേണ്ടതില്ല. ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരില്ല. അത് മറ്റൊരാളെ, നിങ്ങളെ പോലെ തന്നെ കുറെ കഴിഞ്ഞപ്പം അയാൾ മറ്റൊരാളിലേക്ക് ആകൃഷ്ടരായിട്ടുണ്ട്. അയാളിൽ ആ ഒരു വ്യക്തിയിലേക്ക് പോയിട്ടുണ്ട്. കാരണം അയാൾക്ക് ഇതേ രീതിയിലുള്ള നിങ്ങളെ പോലെയുള്ള, അതായത് കുറെ നാളെ ഒരാള്, അത് കഴിഞ്ഞ് അടുത്തയാള്, ആ ചോയ്സസിലേക്ക് പോകുന്ന വ്യക്തികളാണ് അവർ പോയിരിക്കുന്നുണ്ട്. അതാണ് നിങ്ങളെ കാത്തിരിക്കേണ്ടതില്ല. ഒരു കാരണവശാലും ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരില്ല. നിങ്ങൾക്ക് ജോലി ഇല്ലെങ്കിൽ നിങ്ങളൊരു ജോലി കണ്ടെത്താൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു മാരേജ് ലൈഫിലേക്ക് പോകാൻ നല്ലൊരു വ്യക്തിയെ കണ്ടെത്തി മാരേജ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഇവിടെ എനിക്ക് അതാണ് നിങ്ങളിൽ ചിലരോട് പറയാനുള്ളത്. നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു വ്യക്തിയെ വിട്ടതിന് ശേഷം നിങ്ങൾ നല്ലൊരു മാരേജിന് വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് നല്ലൊരു മാരേജ് വരും. ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു മാരേജ് വരും എന്നിവിടെ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നല്ലൊരു മാരേജ് ഉണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നല്ലൊരു മാരേജ് ഉണ്ട് എന്നാണ് കാത്തിരിക്കുന്ന പലരോടും പറയുന്നത്. നിങ്ങൾ കാത്തിരിക്കേണ്ട. ഒരുപാട് വർഷങ്ങളായെങ്കിൽ, ഒരുപാട് മാസങ്ങളും ഒരുപാട് വർഷങ്ങളും ആയെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയെ കാത്തിരിക്കേണ്ട. ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരില്ല. നിങ്ങളെ സ്നേഹിക്കുന്ന യഥാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അയാൾക്ക് മറ്റൊരാൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യാത്തത്. അതുകൊണ്ട് നിങ്ങൾ ആ വ്യക്തിയെ കാത്തിരിക്കേണ്ട. നിങ്ങൾക്ക് മറ്റൊരു നല്ലൊരു മാരേജ് ലൈഫ് ഉണ്ട്. നിങ്ങൾ മറ്റൊരു മാരേജിലേക്ക് പോകൂ. നിങ്ങൾ നല്ലൊരു വ്യക്തിയെ കണ്ട് മാരേജ് ചെയ്യാൻ നോക്കൂ. നല്ലൊരു മാരേജ് ലൈഫ് നിങ്ങൾക്ക് ഉണ്ട്. 10 ഓഫ് കപ്പാണ്. നിങ്ങൾ പലരോടും ഞാൻ പറയണം, നിങ്ങൾക്ക് മറ്റൊരു മാരേജ് ലൈഫ് ഉണ്ട്. കുട്ടികളുമായിട്ട് സന്തോഷം നിറഞ്ഞൊരു ലൈഫ് ഉണ്ട്. നിങ്ങളുടെ കാത്തിരിപ്പ് അവസാനിക്കും. നിങ്ങൾക്ക് ദൈവമായിട്ട് ചേർക്കുന്ന ഒരു വ്യക്തി നിങ്ങൾക്കായിട്ട് ദൈവം കാത്തുവെച്ചിട്ടുണ്ട്. ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരും.
നിങ്ങൾ പലരോടും എനിക്ക് പറയാനുള്ള ഇതാണ് കേട്ടോ. പിന്നെ നിങ്ങളിൽ ചിലരോട് എനിക്ക് പറയാനുള്ള വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ഹസ്ബൻഡ് മരിച്ചു പോകാം, നിങ്ങൾ ഡിവോഴ്സ് ചെയ്യാതിരിക്കാം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന വ്യക്തികളെല്ലാം, സ്നേഹം പറഞ്ഞ് വരുന്ന വ്യക്തികളെല്ലാം നല്ല സ്നേഹമുള്ളവരാണെന്നാണ് നിങ്ങളുടെ വിചാരം. ഒരിക്കലുമല്ല. നിങ്ങൾ പലരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു ഡിവോഴ്സ് ചെയ്യാണ്, നിങ്ങളുടെ ഹസ്ബൻഡ് മരിച്ചു പോയതാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു മാരേജ് കഴിഞ്ഞ വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, മാരേജ് കഴിക്കാത്ത ഒരു വ്യക്തിയെ നിങ്ങൾ പ്രണയിക്കാൻ പാടില്ല. മാരേജ് കഴിയാത്ത ഒരു പുരുഷൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര സ്നേഹവും ഭയങ്കര കാര്യമൊക്കെ ആയിട്ടാണ് നിങ്ങളുടെ അടുത്ത് വരുന്നത്. ഭയങ്കര സ്നേഹമാണ്. ഒരുപക്ഷെ ആ വ്യക്തിയെ നിങ്ങൾ പ്രണയിച്ച് പല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഭയങ്കര സ്നേഹം പ്രണയിക്കാന്ന് പറഞ്ഞു വരും. പക്ഷെ ഒന്നും നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ആ ഒരു വ്യക്തി കുറെ കഴിയുമ്പോൾ നിങ്ങളെ ഇട്ടിട്ട് പോയി ആ വ്യക്തിക്ക് മാരേജ് കഴിച്ചേ പറ്റൂ. അയാളുടെ വീട്ടുകാരറിയാതെ ആയിരിക്കും നിങ്ങളുടെ അടുത്ത് വരുന്നത്, നിങ്ങളെ സ്നേഹിക്കുകയും പ്രണയിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ അയാളുടെ വീട്ടുകാർ നിർബന്ധിച്ച് അയാളെ മാരേജ് ചെയ്യിക്കും. അന്ന് നിങ്ങൾ കരയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് മാരേജ് ചെയ്യാത്ത ഒരു വ്യക്തിയുടെ പുറകെ സ്നേഹത്തിന് പോകരുത്. ആ സ്നേഹം പറഞ്ഞ വ്യക്തിയുടെ പുറകെ പോയാൽ നിങ്ങൾ കരയും. ഒരുപാട് പേരുടെ റീഡിംഗ് ആണ് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെന്ന് ആ മാരേജ് ചെയ്യാത്ത ആളാണ് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്, ഞാൻ പറയും ഇത് നടക്കേണ്ടതാണ്. കാരണം ആ ഒരു വ്യക്തിക്ക് കല്യാണം കഴിക്കാതിരിക്കാൻ പറ്റില്ല. ആ ഒരു വ്യക്തി കല്യാണം കഴിക്കും. കുറച്ചു നാളത്തേക്ക്, കല്യാണത്തിന്റെ കുറച്ച് ഇടവേളയ്ക്ക് ഒരാളെ വേണമായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. അപ്പൊ നിന്നെ ഞാൻ വിട്ടു പിരിയില്ല, ഇനി നീ നിന്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു അയാൾ മാരേജ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് വരുമെന്ന് ഉറപ്പില്ല. അയാൾക്ക് അയാളുടെ കുടുംബമാണ് വലുത്. അതുകൊണ്ട് നിങ്ങൾക്കിതൊരു വാണിംഗ് ആണ്. മാരേജ് ചെയ്യാത്ത ഒരു വ്യക്തിയുടെ പുറകെ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളൊരു വിഡോയാണ് അല്ലെങ്കിൽ ഡിവോഴ്സ് ആണെങ്കിൽ നിങ്ങൾ അതുപോലെ തന്നെയുള്ള ഒരു വ്യക്തിയെ കണ്ടെത്തി വിവാഹം കഴിക്കുക. നിങ്ങൾ അതുപോലെ തന്നെ ആയിട്ടുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടെത്തി വിവാഹം കഴിക്കുക. നല്ലൊരു വ്യക്തിയെ കണ്ടെത്തി. അതിനെന്താ തെറ്റ്? അത് ചെയ്യുക നിങ്ങൾ. അല്ലാതെ വെറുതെ പ്രണയം എന്നും പറഞ്ഞു വരുന്നതൊന്നും അങ്ങനെ വരുന്നതൊന്നും റിയൽ അല്ല. എല്ലാം കുറച്ച് നാളത്തേക്ക് വേണ്ടി മാത്രം വരുന്നതാണ്. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ വെറുതെ നിങ്ങളുടെ മനസ്സ്, നിങ്ങൾ ഡിപ്രഷനിലേക്കാണ് പോകുന്നത്. നിങ്ങൾ അത്രയധികം അവിടെ സ്നേഹം കൊടുക്കുകയാണ്, നിങ്ങളുടെ മനസ്സ് കൊടുക്കുകയാണ് അല്ലെ. അപ്പൊ നിങ്ങളെ ചതിച്ചിട്ട് പോകും ആ ഒരു വ്യക്തി. അങ്ങനെ വരുന്ന വ്യക്തികൾ ചതിച്ചിട്ട് പോകും. നിങ്ങൾ അവിടെ ഹൃദയം കൊടുക്കുന്നുണ്ട്, അയാള് പക്ഷേ ഹൃദയമല്ല നിങ്ങൾക്ക് തരുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സ് അവിടെ കൊടുക്കുകയാണ്. ഭയങ്കരമായിട്ട് നിങ്ങൾ ആ ഒരു വ്യക്തിയെ സ്നേഹിക്കുകയാണ്. പക്ഷെ സ്നേഹം കൊടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾ ഹൃദയം അവിടെ, ആ സ്നേഹം അത്രയധികം സ്നേഹിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ഡിപ്രഷനിലേക്ക് വരുന്നത്, ഒരുപാട് മാനസിക പ്രശ്നങ്ങളിലേക്ക് വരുന്നത്. അയാൾ എങ്ങനെ നിങ്ങളെ കാണുന്നോ അതേ രീതിയിൽ നിങ്ങൾ കണ്ടാൽ മതി. ഇതാണ് നമുക്ക് ഈസി അല്ലെ. അയാൾ കുറച്ചു നാളത്തേക്ക് എൻ്റെ അടുത്ത് വരുന്നു, കുറെ കഴിയുമ്പോൾ പോകുമെന്നൊരു മനോഭാവത്തിൽ തന്നെ നിങ്ങൾ ഇരിക്കുക. പല പഞ്ചാര വാക്കുകളും പറയും. ഇതെല്ലാം കേട്ട് നിങ്ങൾ വിശ്വസിക്കാൻ പോയാൽ നിങ്ങൾക്ക് തന്നെയാണ് ഫ്യൂച്ചറിൽ കുഴപ്പം. പിന്നെ ഡിപ്രഷൻ, ആത്മഹത്യ, ഇങ്ങനെയുള്ള സിറ്റുവേഷനിലേക്ക് പോവാണ്. നിങ്ങളുടെ ലൈഫ് നിങ്ങളായിട്ട് നിങ്ങളുടെ ലൈഫ് നശിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത് അല്ലെ. ആ വന്ന വ്യക്തിക്ക് ഒരു കുഴപ്പമില്ല, അയാൾ അടുത്ത ആളെ തേടി പോയി കഴിഞ്ഞു. നഷ്ടപ്പെട്ടത് നിങ്ങൾക്കാണ്. പക്ഷെ ആ നഷ്ടത്തിന് നിങ്ങൾ ഒരു നഷ്ടമായിട്ട് കാണേണ്ടതില്ല. ആ ഒരു വ്യക്തി അതിന് നഷ്ടമായിട്ട് കാണുന്നില്ലെങ്കിൽ നിങ്ങളും കാണേണ്ടതില്ല. നിങ്ങൾ അതിനെ ഈസി ആയിട്ട് കാണുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇനിയും നല്ലൊരു ലൈഫ് ഉണ്ട്, അവസാനിച്ചിട്ടില്ല, നല്ലൊരു ലൈഫ് ഉണ്ട് ഇനിയും. അങ്ങനെ നിങ്ങൾ തീരുമാനം എടുക്കുക. നിങ്ങളെ ഒരു പാർട്ട്ണറായിട്ട് വേണ്ട ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അയാൾ ഒരു ജീവിത സഖിയായിട്ട് അല്ലെങ്കിൽ ഒരു കൂട്ടായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി വരും. അങ്ങനെ ഒരു റിയൽ ആയിട്ടുള്ള വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുക. അപ്പൊ നിങ്ങളുടെ ലൈഫ് സന്തോഷമായി തീരും. ഇവിടെ അങ്ങനെയുള്ള ചില വ്യക്തികളോട് പറയണേ, ഈ കാത്തിരിപ്പുകാര് ചീറ്റ് ചെയ്തിട്ട് പോയവരെ കാത്തിരിക്കുന്നവരോട് പറയുകയാണ്, നിങ്ങൾ അവരെ വിട്ട് കളഞ്ഞിട്ട് നിങ്ങൾക്കൊരു നല്ലൊരു വ്യക്തിയെ കണ്ടെത്തൂ, റിയൽ ആയിട്ടുള്ള ലവ് കണ്ടെത്തൂ, നിങ്ങൾക്കൊരു മാരേജ് ലൈഫ് ഉണ്ട്. അല്ലെങ്കിൽ ഇനി അടുത്തതും നിങ്ങൾ ഇതുപോലെ ഒരു ചീറ്റിംഗ് എനർജി കണ്ടെത്തിയിട്ട് കുറെ കഴിയുമ്പോൾ അതും പോകും. പിന്നെ അടുത്ത ഡിപ്രഷൻ. ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സാമ്പത്തികമായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ, സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളിലും ഒരുപാട് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല, കൺഫ്യൂഷനൊക്കെ ആയിട്ടിരിക്കുന്നവരാണ്. നിങ്ങൾക്ക് ഒരുപാട് ചോയ്സസ് കാണുന്നുണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, അതായത് സാമ്പത്തികപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ജോലി ഇല്ലെങ്കിൽ ജോലി ലഭിക്കാൻ പോകുന്നുണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഹെൽപ്പ് ലഭിക്കാൻ പോകുന്നു. ആരിൽ നിന്ന് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം വരുന്നുണ്ട്. ആരാ നിങ്ങളെ സഹായിക്കാനായിട്ട്
റെഡി ആവുന്നു, അല്ലെങ്കിൽ എവിടുന്നെങ്കിലും നിങ്ങൾക്ക് സാമ്പത്തിക സഹായം ലഭിക്കുമെന്നാണ് കാണിക്കുന്നത്. സാമ്പത്തിക ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചില വ്യക്തികളുടെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞൊരു കിങ് ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. ഇപ്പൊ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരും. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരു കിങ് ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. അതായത് നിങ്ങൾക്ക് നല്ല രീതിയിൽ സാമ്പത്തികം ഉണ്ടാക്കാൻ പറ്റും, നല്ല രീതിയിൽ സാമ്പത്തിക ഭദ്രത നിങ്ങൾക്ക് കാണുന്നുണ്ട്. നിങ്ങൾക്ക് വീട് ആഗ്രഹിക്കുന്നവർക്കാണ് വീട് ലഭിക്കും. ഒരുപാട് വീട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വീടൊക്കെ ലഭിക്കും. നിങ്ങൾക്ക് വീട് വേണമെന്ന് ശക്തമായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ വീട് ലഭിക്കും. ആ വീടിന് വേണ്ടുന്ന കാര്യങ്ങളിലൊക്കെ മനസ്സിൽ നിങ്ങൾ കാണുക എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് വീട് ആവശ്യമുണ്ടെങ്കിൽ വീട് ലഭിക്കും. നിങ്ങൾക്ക് ചില വ്യക്തികൾക്ക് വീട് ലഭിക്കാൻ പോകുന്നു, അങ്ങനെയൊക്കെയുള്ള ചില സന്തോഷം വരുന്നു. നിങ്ങൾക്ക് ചിലരുടെ മാരേജ് നടക്കാൻ പോകുന്നു, എന്തൊക്കെയോ സന്തോഷങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു, എന്തൊക്കെയോ പുതിയ സന്തോഷങ്ങൾ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു, നിങ്ങൾ ആരൊക്കെയോ. അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ കാണുന്ന പുതിയ മാറ്റങ്ങളാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്കൊരു ഹാപ്പി മാരേജ് ലൈഫ് കാണുന്നുണ്ട്. ഹാപ്പി മാരേജ് ലൈഫാണ് കാണിക്കുന്നത്. ഇവിടെ കണ്ടു നിങ്ങൾക്ക് നല്ല സന്തോഷകരമായ ഒരു ഫാമിലി ലൈഫ് ഉണ്ട് കുട്ടികളോടൊത്ത്. ആരോടൊക്കെ പറയാം, നിങ്ങൾക്ക് വീടും എല്ലാം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു പക്ഷെ മാരേജിലൂടെ വീടുമായിട്ട് ആകും. ചിലർക്ക് വീടൊക്കെ ഉള്ള ഒരു വ്യക്തിയെ മാരേജ് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് വീടുമായി. അപ്പൊ അങ്ങനെ വീടും സന്തോഷകരമായ ഫാമിലി ലൈഫൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. സന്തോഷം നിറഞ്ഞൊരു ലൈഫ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്. ഇതുകൊണ്ട് അവിടെ മഴവില്ല കാണിക്കുന്ന റെയിൻബോ. അപ്പോൾ നിങ്ങൾ ഒരു സന്തോഷം നിറഞ്ഞൊരു ഫാമിലി ലൈഫ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു മാരേജ് ലൈഫ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ലഭിക്കുമെന്നാണ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകും. ഒരുപാട് നല്ല കുട്ടികൾ ഇല്ലാതിരിക്കുന്നവരാണ് നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവും എന്നാണ് ഇതിൽ പറയുന്നത്. കുട്ടികൾ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളിൽ ആർക്കൊക്കെയോ പുതിയ ഒരു പ്രപ്പോസൽ വരുന്നുണ്ട്. പുതിയ പ്രപ്പോസൽ അല്ലെങ്കിൽ പുതിയ ലവ് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. പുതിയൊരു ലവ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ആ ഒരു പഴയ ആ ഒരു വ്യക്തിയെ മറന്നിട്ട് ആ ഒരു വ്യക്തിയെ പൂർണ്ണമായും നിങ്ങളുടെ ലൈഫിൽ നിന്ന് കളയുക എന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയെ തന്നെ നിങ്ങളുടെ ലൈഫിൽ വെച്ചോണ്ടിരുന്നാൽ നിങ്ങൾക്ക് പുതിയതൊന്നും വരില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടാ പഴയതിനെ എടുത്ത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത് എടുത്ത് കളഞ്ഞെങ്കിൽ മാത്രമേ പുതിയതായിട്ടൊരു ലവ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ ആയാലും നിങ്ങൾക്ക് വരികയുള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെ നിങ്ങളോട് പറയണം. വിദേശയാത്രയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. വിദേശയാത്ര കാണുന്നുണ്ട്. നിങ്ങൾക്ക് വിദേശത്ത് പോകാനായിരിക്കും, ജോലിക്കൊക്കെ വിദേശത്ത് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ട്. യാത്ര നിങ്ങൾക്ക് കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് തന്നെ വിദേശത്ത് പോകാനുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫാമിലി ആയിട്ടുള്ള വിദേശയാത്രയൊക്കെ കാണുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ചലഞ്ചിങ് ടൈം ഒക്കെ അവസാനിക്കുന്നു. പലരുടെയും ചലഞ്ചിങ് ടൈം അവസാനിക്കുന്നു. വിദേശത്തൊക്കെ പോകാൻ ഒരുപാട് നാളായിട്ട് പ്രയത്നിച്ചിട്ട് നടക്കാത്ത നിങ്ങളുടെ ഒരു അവസ്ഥകളൊക്കെ അവസാനിച്ച് നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനൊക്കെ പറ്റുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഡിപ്രഷനിലായിരുന്നെങ്കിൽ, ഡിപ്രഷനിലോ എന്തെങ്കിലും അസുഖങ്ങളിലൊക്കെ ആയിട്ടിരിക്കുന്നവരായിരുന്നെങ്കിൽ നിങ്ങളുടെ ആ ഒരു അവസ്ഥകളൊക്കെ മാറാൻ പോവാണ്. നിങ്ങളുടെ ഡിപ്രഷനൊക്കെ അവസാനിക്കാൻ പോകുന്നു. അതുപോലെ നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്ന എന്തെങ്കിലും അസുഖങ്ങളിലൊക്കെ ആയിരുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് ഒക്കെ ഓക്കെ ആകാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് സന്തോഷ വാർത്തകളാണ് വരാൻ പോകുന്നത്. ട്രൂ ലവ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കൊക്കെ നല്ല ദൈവം കണക്റ്റഡ് ആക്കിയിരിക്കുന്ന ട്രൂ ലവ് വരുന്നുണ്ട്. നിങ്ങൾക്കൊരു ലവ് നഷ്ടപ്പെട്ട് ഡിപ്രഷൻ സ്റ്റേജിലാണെങ്കിൽ ആ ഒരു ഡിപ്രഷൻ സ്റ്റേജ് ഒക്കെ അവസാനിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ട്രൂ ലവ്, യഥാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, റിയൽ ആയിട്ടുള്ള സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ തേടി വരാൻ പോകുന്നുണ്ട്. ആ വ്യക്തിയുമായിട്ട് നിങ്ങളുടെ മാരേജ് നടക്കും. എന്നാണ് എനിക്ക് കാണിക്കുന്നത്. സന്തോഷകരമായ ഫാമിലി ലൈഫ് ഉണ്ട് നിങ്ങൾക്ക്. ഇപ്പൊ ഏതെങ്കിലും ഒരു ഡിപ്രഷൻ സ്റ്റേജിലാണ്, ഒരു ലവ് ഫെയിലിയർ ആയിട്ടൊരു ഡിപ്രഷനിലാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫ് ആയിരുന്നു നിങ്ങൾ ഡിവോഴ്സിനായിട്ട് പോകുന്നതാണ്. ആദ്യത്തെ ഫാമിലി ലൈഫ് നിങ്ങൾക്ക് സന്തോഷം തന്നില്ല, ഡിവോഴ്സ് ചെയ്യാൻ പോവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഡിവൈൻ കണക്ട് ആയിട്ടുള്ള റിയൽ ലവ് ഉണ്ട്. ദൈവമായിട്ട് വെച്ചിരിക്കുന്ന ഒരു നിങ്ങളുടേതായിട്ടുള്ളൊരു വ്യക്തി, ദൈവം നിങ്ങൾക്കായിട്ട് വെച്ചിരിക്കുന്ന ഒരു വ്യക്തി തന്നെ വരും. ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു മാരേജ് ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മോചിതരാവേണ്ടതുണ്ട് കേട്ടോ. ഡിപ്രഷനൊക്കെ മാറ്റിയെടുക്കാം. നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്, നല്ലൊരു മാരേജ് ലൈഫ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി വരിക തന്നെ ചെയ്യും കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ള ഇന്നത്തെ ഈ ഒരു റീഡിങ്ങില് നിങ്ങൾക്ക് പലരോടും പല കാര്യങ്ങളും പറഞ്ഞു തരാൻ വേണ്ടിയിട്ടും കൂടെയാണ് കേട്ടോ. ഒരുപാട് പേരുടെ സങ്കടങ്ങളൊക്കെ കേട്ട് മടുത്തത്. അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ കുറച്ചും കൂടെ സ്ട്രോങ് ആവാൻ പറയുന്നുണ്ട്.
നിങ്ങളെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സൈക്കോ ആയിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ടുള്ള ലൈഫാണെങ്കിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആവുക. ആ ഒരു വ്യക്തിയെ വേണ്ടെന്ന് നിങ്ങളൊരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ അവിടുന്ന് രക്ഷപ്പെടുക. അതായത് നിങ്ങളുടെ ചലഞ്ചിങ് ടൈമൊക്കെ അവസാനിപ്പിക്കണമെന്ന് നിങ്ങളൊരു തീരുമാനം എടുക്കുക. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ തുടക്കം വരും കേട്ടോ. നിങ്ങൾ ഭയം മാറ്റുക എന്നുള്ളതാണ്. അതിന് പേടി ഇല്ലാതായിരിക്കണം. ഭയം മാറ്റുക എന്നുള്ളതാണ്. സ്ട്രോങ് ആയിട്ട് ഇരിക്കുക കേട്ടോ. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ വഴികൾ ദൈവം ചെയ്തു തരും. ദൈവത്തെ വിളിക്കുക, പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ ഒരു റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും പോസിറ്റീവ് എനർജി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.